കർമ്മങ്ങളൊക്കെ വേണ്ട വിധം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ചരട് അനിയത്തിയോട് ഭർത്താവിന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കാൻ പറയണം. ഈ ക്ഷേത്രത്തിലെ ഒരു രീതിയാത്. ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ ഇത് കെട്ടിക്കൊടുത്താൽ ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം ഇരട്ടിയാകും. അനുഭവങ്ങൾ ഒരുപാടുണ്ട്. തിരുമേനി അവര് പുറപ്പെടാൻ നിക്ക. എത്രയും പെട്ടെന്ന് ഞാനത് അവിടെ എത്തിക്കട്ടെ. ആയിക്കോട്ടെ. ദേവനാരായണൻ തിരുമേനിയോട് അന്വേഷണം പറഞ്ഞേക്കൂ. ശരി തിരുമേനി. നിങ്ങളെല്ലാവരും ഞങ്ങളോട് പൊറുക്കണം. ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തു. പ്രിയങ്ക ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പ്രിയങ്കയെ കൊണ്ടുപോവാ. മോനെ, ചെറിയ ചെറിയ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഏത് ബന്ധത്തിലുണ്ടാവും. സത്യം പറഞ്ഞ അത് ബന്ധങ്ങളുടെ ഒരു സുഖം കൂടിയാ. പക്ഷേ നിങ്ങളൊരു തീരുമാനം എടുക്കണം. ഒരു ചെറിയ കാര്യം ഉണ്ടായാൽ അതിനടുത്ത് മറ്റൊരു കാര്യം കൂടി വരട്ടെ എന്ന് കരുതി കാത്തിരിക്കരുത്. അപ്പോഴപ്പോഴേ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നിങ്ങള് പുതിയ തലമുറയാണ്. പണ്ടുള്ളവരുടെ ക്ഷമയോ സഹനമൊന്നും ഉണ്ടാവണമെന്നില്ല. മുൻപൊക്കെ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഭാര്യ ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ആൺകുട്ടികൾ തന്നെയാണ് പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തുന്നത്. രണ്ടുപേർക്കും രണ്ടുപേരുടെയും ചിന്തകള് പരസ്പരം മാനിക്കാൻ പറ്റണം. ഞങ്ങളുടെ സമാധാനം എന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷ. കാലം എത്ര മാറിയാലും കെട്ടിച്ചുവിട്ട പെൺകുട്ടി വീട്ടിൽ തിരിച്ചു വന്ന് നിൽക്കുന്നത് ഞങ്ങളെപ്പോലുള്ള നാട്ടിൻപുറത്തുകാർക്ക് അതൊരു ബുദ്ധിമുട്ടാ. അയൽപക്കക്കാരുടെ ഓരോ ചോദ്യങ്ങളും ഞങ്ങളെ വേദനിപ്പിക്കും. പ്രിയങ്കമോക്ക് ഇത്തിരി പക്വതക്കുറവുണ്ട്. എടുത്തുചാട്ടവും കൂടുതലാ. അത് സാരമല്ലെന്ന് ഞാൻ നോക്കിക്കോളാം. എല്ലാവരോടുമായിട്ട് ഞാൻ പറയാം, ഇതിപ്പോ ഇവിടെ തീർന്നു. നാളെ ഒരു സമയത്ത് ഇങ്ങനെ ഉണ്ടായല്ലോ എന്നുള്ള സംസാരം ഒരാളുടെ നാവിൽ നിന്നും വരരുത്. കേട്ടല്ലോ എല്ലാവരും? എന്താ മോനെ? ഈ കുട്ടി ഇപ്പൊ എവിടെ ഉണ്ട്? എന്നാ പിന്നെ പിള്ളേര് ഇറങ്ങാൻ നോക്കട്ടെ. യശോദേ, അവരെ യാത്രയാക്കാൻ നോക്ക്. അച്ഛാ, ഈ കുട്ടി ഇപ്പൊ എവിടെ ഉണ്ടെന്നാ ചോദിച്ചത്? ഇവിടെ ഉണ്ട്, അല്ലാതെ എവിടെ പോവാൻ?
വിവാഹത്തിന് ശേഷം ഞാൻ കണ്ടിട്ടില്ല. മോൻ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങളിവിടെ വന്നപ്പോഴൊക്കെ രാധിക ഇവിടെ ഉണ്ടല്ലോ. എന്തിന്? ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് പോലും രാധികയും കുട്ടിയല്ലേ. എന്നിട്ട് എങ്ങനെ നിങ്ങൾ തമ്മിൽ കാണാതെ പോയി എന്ന് പറയുന്നു? തിരുമേനിയുടെ വീട്ടിൽ നിന്ന് എന്തിനാ പോയത്? എടോ, തന്റെ പേരെന്താ? താൻ എവിടെയാ താമസിക്കുന്നത്? എത്ര വട്ടം നീ എന്റെ കൺമുമ്പിൽ നിന്ന് ഓടി വിളിച്ചു? പറ, നീ എവിടെയാ താമസിക്കുന്നത്? വെള്ളം എടുക്കാൻ ഇവിടെ ജോലിക്കാരിയില്ലേ? ആ കുട്ടി ഇവിടുത്തെ ജോലിക്കാരിയാണെന്നല്ലേ പറഞ്ഞത്? അന്ന് നിശ്ചയത്തിനും മഞ്ഞൾ കല്യാണത്തിനും പ്രിയങ്കയുടെ ഒപ്പം ഉണ്ടായിരുന്നു. അതെ അതെ, വേലക്കാരി തന്നെ. ഈ കുട്ടി ഇവിടുത്തെ ജോലി ഉപേക്ഷിച്ച് പോയോ? മോൻ എന്തൊക്കെയായി പറയുന്നത്? ജോലി ഉപേക്ഷിച്ചു പോവാനോ? എന്ത് ജോലി? അവളെന്റെ മൂത്ത മോളല്ലേ. അമ്മയല്ലേ പറഞ്ഞു, മുത്തശ്ശിയല്ലേ പറഞ്ഞു വേലക്കാരിയാണെന്ന്? അത് പിന്നെ സത്യം പറഞ്ഞാ ഞങ്ങള് പറഞ്ഞതല്ല. അവളെ ദേവനും യശോദയും എടുത്തു വളർത്തിയതാ. കണിമംഗലത്തുനിന്ന് പെണ്ണ് കാണാൻ ആളുകൾ വന്നപ്പോ ഒന്നും ഒളിച്ചു വെക്കണ്ടെന്ന് കരുതി സത്യം പറഞ്ഞതാ. അവിടെ നിന്ന് വന്നവര് ആ കണ്ണില് അവളെ കണ്ടത് അല്ലേ യശോദേ? അല്ല, എല്ലാവരും കാണുന്നത് പോലെ ആയിരിക്കും മോനും കാണുന്നതെന്ന് കരുതി. എന്തോ വിവാഹത്തിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരാളെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അത് വലിയൊരു തെറ്റായിപ്പോയി. അച്ഛനൊന്ന് വിളിച്ചേ. അതിപ്പോ തെറ്റും മാപ്പൊന്നും പറയാൻ നിക്കണ്ട മോനെ. അതുമാത്രമല്ല, അവൾ അമ്പലത്തിലെങ്ങാണ്ട് പോയിരിക്കുന്നാ തോന്നുന്നേ. അവളിവിടെ ഉണ്ടല്ലോ. മോളെ രാധികേ, നീ വന്നേ. ഞാൻ പറഞ്ഞില്ലേ, അവൾക്ക് ഏത് നേരവും അമ്പലം അമ്പലം എന്നുള്ള വിചാരേ ഉള്ളൂ. മോളെ രാധികേ, ഇങ്ങോട്ട് വന്നേ. എന്താച്ചാ? വരുൺ പറയായിരുന്നു കല്യാണത്തിന് ശേഷം മോളെ കണ്ടിട്ടേ ഇല്ലാന്ന്.
പറഞ്ഞിട്ടും കാര്യമില്ല. ആരെങ്കിലും വീട്ടിൽ വന്നാ ഒളിച്ചു മാറി നിൽക്കുന്നതാണല്ലോ നിന്റെ ശീലം. അല്ലെങ്കിൽ കയറി അടുക്കളയിൽ നിൽക്കും. പിന്നെ എങ്ങനെയാ? ശരി, വരുൺ നിന്നെ കണ്ടിട്ടില്ല. പക്ഷേ വരുണിനെ നോക്കേണ്ടതും പരിപാലിക്കേണ്ടതും ഒക്കെ നിന്റെ ചുമതലയല്ലേ മോളെ? അനിയത്തിയുടെ ഭർത്താവല്ലേ? പിന്നെ മോളെങ്ങനെ കാണാതെ പോയത്? അല്ല, ഞാൻ കാണുന്നുണ്ടായിരുന്നു. മോളെ രാധികെ, മുത്തശ്ശിക്കേ തൊണ്ടയ്ക്ക് ചെറിയൊരു പിടുത്തം. കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. പ്രിയങ്കേ, നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാ എടുത്തോണ്ട് ഇറങ്ങ്. മോൻ കുറെ നേരം ആയില്ലേ വിളിച്ചോണ്ടിരിക്കുന്നു. കടമംഗലത്ത് തിരിച്ചെത്തുമ്പോ സ്വർണം ചോദിക്കും. അതിന്റെ കാര്യമാണെങ്കിൽ വരുണിനോട് പറഞ്ഞിട്ടുമില്ല. പോകുന്നില്ലെന്ന് വെച്ചാലോ? ചതിച്ചല്ലോടി മോളെ. എത്ര മറച്ചു പിടിച്ചിട്ടും അവൻ അവളെ കണ്ടുപിടിച്ചു. ദേ, ഇവിടുന്ന് പോയാലേ നീ വേണം സമാധാനത്തിൽ എന്തെങ്കിലും പറഞ്ഞ് അവന്റെ മനസ്സ് തിരുത്താൻ. പെട്ടെന്ന് നിന്റെ സാധനങ്ങൾ എടുത്തു. നിങ്ങളെ ഇറക്കി വിട്ടാൽ എനിക്കൊരു സമാധാനം കിട്ടൂ. അങ്ങനെ എനിക്ക് പോവാൻ പറ്റില്ല മുത്തശ്ശി. പോകാൻ പറ്റില്ലെന്നോ? അതെന്താ? അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തൊരു കാര്യമാ. ദേ, എല്ലാം അവസാനിച്ചു എന്ന് കരുതി സന്തോഷമായിട്ട് ഇരിക്കുക ഞങ്ങള്. ഇനി വേറൊന്നും നീ ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട. ഇതിലിരുന്ന സ്വർണ്ണം എവിടെ? അത് ഏ അത് ഞാൻ സ്വർണ്ണം ഇവിടെ ഉണ്ടമ്മേ. ഇവിടെ ബാഗ് തുറന്നു വെച്ച് കട്ടിലിന്റെ താഴെ ഇട്ടിരിക്കുമായിരുന്നു. ഈ മുറിക്ക് നല്ല അടച്ചുറപ്പില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്തോണ്ട് അച്ഛൻ്റെ മുറിയിൽ അലമാരയിൽ പൂട്ടി വെച്ചു. ദാ പ്രിയ. എന്തായാലും എടുത്തു വെച്ചത് നന്നായി മോളെ.
ഇനി ഇവരെ ഇറങ്ങട്ടെ യശോദേ. എല്ലാത്തിനും നടുവിൽ നീ ഇങ്ങനെ വാപളിച്ച് നിൽക്കുന്ന എന്തിനാ? പുറത്തു പോടി. അവരൊന്ന് ഇറങ്ങട്ടെ, എന്നിട്ടാവാൻ ബാക്കി. മോളെ, എന്താ നിനക്ക് പറഞ്ഞു തരേണ്ടെന്ന് അമ്മയ്ക്ക് അറിയില്ല. എങ്ങനെയെങ്കിലും ഇതൊക്കെ മറികടന്നേ പറ്റൂ. അവിടെ എന്തെങ്കിലും സംഭവിച്ചാല് ആ നിമിഷം നീ എന്നെ വിളിക്കണം. എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നോളാം. മോള് വേഗം റെഡിയാവ്. നിക്കേ. നീ പ്രിയങ്കയുടെ ചേച്ചിയാണെന്ന് ഇതുവരെ എന്നോട് എന്താ പറയായിരുന്നത്? എന്തിനതൊക്കെ മറച്ചു വെച്ചേ? നിന്റെ പേര് പോലും. ദയവേത് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. പ്രിയങ്ക എന്റെ അനുജത്തിയ. അവളെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും എനിക്കെടുക്കാൻ പറ്റില്ല. അവളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. എടോ, നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയണം. എനിക്കിനി ഇതൊരു മനസ്സിൽ ഭാരമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റില്ല. ഞാനിപ്പോ തന്നെ എല്ലാവരും വിളിച്ച് കാര്യങ്ങൾ പറയാൻ പോവാ. അയ്യോ, അരുത്. അങ്ങനെ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോയാ അതിനപ്പുറം ഈ കുടുംബം ഉണ്ടാവില്ല. എന്റെ അച്ഛൻ പാവം. ചെറിയൊരു മനോവേദന മതി അച്ഛൻ തളർന്നു വീഴും. അമ്മയും അതെ. എല്ലാവർക്കും അവരവരുടെ ദുഃഖങ്ങൾ വലുതാ. അങ്ങനെ ഞാൻ മാത്രം എന്തിനാ സഹിക്കുന്നത്? എല്ലാവരും കൂടി എന്നെ ചതിച്ചതല്ലേ? ആ ചതി പുറത്തറിയുന്നത് കൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് മറുപടി ഇല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. ഈ കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഞാനില്ലാതാവേണ്ടത് അത്യാവശ്യമാണെങ്കിൽ ഞാനത് ചെയ്യും. എന്റെ അച്ഛനെ അമ്മയെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. അത്രയ്ക്ക് കടപ്പാടുണ്ട് അവരോട്. രാധിക, സത്യത്തിൽ നമ്മൾ രണ്ടുപേരും ജീവിതം ഇല്ലാതാക്കാണ്. ഇഷ്ടമില്ലാത്ത ഒരുത്തിയുടെ കൂടെ ജീവിച്ച ഞാനും ഇഷ്ടമുള്ള ആളോടൊത്ത് ജീവിക്കാൻ പറ്റാതെ നീയും. എത്ര കാലം പറ്റും നിനക്ക്? ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ ഞാൻ പറഞ്ഞോളാം. തൽക്കാലം പ്രിയങ്കയും കൊണ്ട് ഇവിടുന്ന് പോ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ്. മോനെ, മോനെ. അയ്യോ. വരുൺ മോനെ, മോനെ. മോനെന്താ ഇവിടെ വന്നേക്കുന്നേ? ഇറങ്ങാറായില്ലേ? വാ, വാ.